എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് കേർഡ് റൈസ് ഉണ്ടാക്കിയാലോ? തൈര് സാദം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിൽ നോർമൽ റൈസിനേക്കാളും നന്നായിട്ട് വേവിച്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് വെക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ്: 1 സവാള, 2 പച്ചമുളക്, കറിവേപ്പില, 1 സ്പൂൺ ഇഞ്ചി, 2 വറ്റൽമുളക് താളിക്കാനായിട്ട്, നമുക്ക് ഒരു സ്പൂൺ കടുക്, 1 സ്പൂൺ ജീരകം, പിന്നെ നമുക്ക് 1 സ്പൂണ് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ വേണം. അത് നന്നായിട്ട് കഴുകി വെച്ചേക്കുക. ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ പ്രധാനമായിട്ട് കേർഡ് റൈസിൻ്റെ ഇൻഗ്രീഡിയൻ്റായിട്ട് കട്ട തൈര്, അത് പുളിയില്ലാത്ത കട്ട തൈര് ഒരു 2-2.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും വേണം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് വേവിക്കണം കേട്ടോ. സാധാ അരിയേക്കാളും നന്നായിട്ട് വേവിക്കുക. അത് എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഇതുപോലെ ഈ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. നല്ലോണം കുഴഞ്ഞ് ഇരിക്കണം. അപ്പോഴേ തൈര് സാദത്തിന് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല സ്വാദ് വരുള്ളൂ. ഇനി ഇതിപ്പം ചൂടാണ്, ഇതിന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ തൈര് ഒഴിക്കുമ്പോഴത്തേക്കും ഇതങ്ങ് ലൂസായി പോവും തൈര് സാദം. അതുകൊണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ടൈമിൽ നമുക്ക് ഒരു പാന് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ജീരകം ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ഉഴുന്നും 1 സ്പൂൺ വീതം അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പം അതൊന്ന് മൂക്കട്ടെ. ഇനി നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പില ഇടാം. മുളക്, പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇഞ്ചിയുണ്ട്, ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1 സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യുക. ഇഞ്ചി ഒരു നല്ല ടേസ്റ്റ് വരും കറിക്ക്, നമ്മുടെ റൈസിന്. അപ്പോൾ നന്നായിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അല്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം കേട്ടോ. കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുവരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് റൈസിലോട്ട് പോവുകയാണെങ്കിൽ, റൈസ് ഇതുപോലെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഉടച്ച്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല. അപ്പം നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് അതിലേക്ക് തൈര് ആഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചെറിയ പാത്രമായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കട്ട തൈര് വേണം കേട്ടോ. പുളിയൊന്നുമില്ലാത്ത നല്ല കട്ട തൈര്. തൈരിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലായിട്ട് വേണം. വെള്ളം ചേർക്കാത്ത കട്ട തൈര് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു വലിയ ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് താളിച്ച് വെച്ചിരിക്കുന്നതെല്ലാം മിക്സും കൂടെ ഇതിനകത്തോട്ടിട്ട് വീണ്ടും യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഇനി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തൈര് സാദം. പപ്പടത്തിൻ്റെ കൂടെ, അച്ചാറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എന്നും റൈസ് കഴിക്കുമ്പോൾ വല്ലപ്പോഴും ഒരു ചേഞ്ചൊക്കെ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.